നിമിഷപ്രിയയുടെ മോചനം സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തത്. ഇപ്പോൾ ഇതിനകത്തെല്ലാം പ്രധാനമായിട്ടും പങ്ക് വഹിച്ചത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഈ പേരാണ് കേൾക്കുന്നത്. പക്ഷേ ആ അബൂബക്കർ മുസ്ലിയാർക്കെതിരെയും വലിയ വിമർശനം സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. ശരിക്കും ഇവിടെ എന്തായിരിക്കും സംഭവിച്ചത്? അല്ലെ, കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ സുന്നി വിഭാഗത്തിൻ്റെ പ്രമുഖനായ നേതാവാണ്, മത നേതാവാണ്. അദ്ദേഹത്തെ അവർ വളരെ അധികം ആരാധിക്കുന്നുണ്ട്, ആദരിക്കുന്ന നേതാവാണ്. അദ്ദേഹത്തിന് നമുക്കും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. ഒരു മത നേതാവ്, നമ്മളെല്ലാ മത നേതാക്കന്മാരെയും ആദരിക്കുന്ന പോലെ കാന്തപുരത്തെയും ആദരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ ബിംബത്തെ തകർക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം ഇന്നലെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചു എന്നൊരു ഉത്തരവ് വന്നപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്തു. അപ്പോൾ കാന്തപുരം ഇടപെട്ടാൽ ലോകത്ത് ഇസ്ലാമിക രാജ്യത്തിലെ എന്ത് കാര്യങ്ങളും മാറ്റിവെപ്പിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാൻ, സംഘർഷം അവസാനിപ്പിക്കാൻ കാന്തപുരത്തിനെ ശ്രമിച്ചുകൂടെ? ഇന്ത്യക്കാരനാണല്ലോ അദ്ദേഹം, ഒരു ദേശാഭിമാനിയായ മനുഷ്യനാണ്, ഇന്ത്യയോട് സ്നേഹമുള്ള ഇന്ത്യക്കാരനായ ഭാരതീയനാണെന്നതിൽ അഭിമാനിക്കുന്ന കാന്തപുരത്തിന് നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം എത്ര ആളുകളാണ് മരിക്കുന്നത് എന്ന് നമ്മൾ ചോദിച്ചു. അതിൻ്റെ പേരിൽ കുറേ ആളുകൾ നമ്മളെ വന്ന് ചീത്ത വിളിച്ചിട്ടുണ്ട്. കാര്യമില്ല, കാരണം മതനേതാക്കന്മാരും വിമർശനങ്ങൾക്കോ ഒന്നും അതീതരൊന്നുമല്ല. നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് പറഞ്ഞത്. ആ അഭിപ്രായ വ്യത്യാസം നമ്മൾ പറഞ്ഞത് 100% ശരിയാണെന്ന് ഇപ്പം പുറത്തേക്ക് വരികയാണ്. കാന്തപുരം ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ കാന്തപുരം ഇടപെട്ടത് കൊണ്ടാണ് ഇത് സംഭവിച്ച നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചത് എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ആക്ഷൻ കൗൺസിലിൻ്റെ അഭിഭാഷകനാണ്. എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു CPM-ൻ്റെ സഹയാത്രികനാണ്. CPM-ന് വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് ലോക കേരള സഭയുടെ അംഗവും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ CPM ബന്ധം വ്യക്തമായല്ലോ. അദ്ദേഹം 15-ാം തീയതി എന്ന് പറഞ്ഞാൽ ഇന്നലെ അല്ലേ? ഇന്നലെ എന്താഴ്ചയാണ്? 15-ാം തീയതി എന്താഴ്ചയാണ്? ചൊവ്വാഴ്ച. ഡേറ്റ് ഒന്ന് ഉറപ്പിക്കാൻ പറ്റും. ചൊവ്വാഴ്ച 10 മണിക്ക് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുന്നു. അതായത് ശ്രദ്ധിക്കണം, 15-ാം തീയതി ചൊവ്വാഴ്ച സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്ന വക്കീൽ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുന്നു. പോസ്റ്റ് കാണിക്കാൻ നമുക്ക് ആളുകളെ. ആ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇതിൽ ഇടപെടും. എന്താണ്? ഇടപെട്ടു എന്നല്ല. ഇന്നലെ പറയുന്നത് കാന്തപുരം ഇടപെടും. അദ്ദേഹം എന്ത് ചെയ്യുന്നു? അവിടുത്തെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ സൂഫി വര്യൻ ഷെയ്ഖ് ഹബീബ് ഉമറുമായി ബന്ധപ്പെട്ട് ഈ തലാലിൻ്റെ കുടുംബം, അവരാണല്ലോ ബ്ലഡ് മണി വേണ്ട, ഞങ്ങൾ ദിയാപണം സ്വീകരിച്ച് നിമിഷപ്രിയയോട് ക്ഷമിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് നിലപാട് എടുത്തിരിക്കുന്ന തലാലിൻ്റെ കുടുംബമാണ്. അവരുമായിട്ട് സംസാരിക്കും. സുഭാഷ് ചന്ദ്രൻ പറഞ്ഞാൽ കാന്തപുരം ഇടപെടും. ദലാൽ ഷെയ്ഖ് ഹബീർ ഉമർ ദലാലിൻ്റെ കുടുംബവുമായി സംസാരിക്കും എന്ന്, അത് ഒരു സൂഫിയുടെ അനുയായിയാണ്. എന്നിട്ട് അവിടുത്തെ അറ്റോർണി ജനറലിനോട് പറഞ്ഞ് ഈ വധശിക്ഷ നീട്ടിവയ്പ്പിക്കാൻ വേണ്ടി കാന്തപുരം സംസാരിക്കുമെന്ന് സംസാരിക്കും. ശ്രദ്ധിക്കണം, എന്ന് വെച്ചാൽ ഇടപെട്ടു എന്നല്ല, സംസാരിച്ചു എന്നല്ല, ഇടപെടും, സംസാരിക്കുമെന്ന് സുഭാഷ് ചന്ദ്രൻ 15-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നു. അതിനുശേഷം കാന്തപുരം തന്നെ ലൈവിൽ വന്നിട്ട് പറയുന്നു, ഞാൻ ഇടപെട്ടു. എപ്പോഴാണ്? അതും ഇന്നലെയാണ്, തിങ്കളാഴ്ച ഇടപെട്ടു. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉത്തരവും ഹാജരാക്കുന്നു. ഉത്തരവ് വേറെ ആർക്കും കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ഗ്രാൻഡ് മുഫ്റ്റി എന്നുള്ള വാട്ടർമാർക്കോടുകൂടി പുറത്തിറക്കുന്നു. ആ വാട്ടർമാർക്കോടുള്ള വിജ്ഞാപനമാണ് എല്ലാ മാധ്യമങ്ങളും കിട്ടി. അപ്പോൾ ആധികാരികമായല്ലോ. കാന്തപുരത്തിന് മാത്രം രേഖ കിട്ടി. അദ്ദേഹം അത് പബ്ലിഷ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് നടന്നു എന്ന് വരുന്നു എന്നെല്ലാ മാധ്യമങ്ങളും പ്രചരിപ്പിച്ച് എല്ലാവരും വിശ്വസിച്ചു. അതെ, അദ്ദേഹം ഇടപെട്ടിട്ടില്ലെന്നോ സംസാരിച്ചിട്ടില്ലെന്നോ ഒന്നുമല്ല അതിനർത്ഥം. പക്ഷേ അതിനു മുമ്പ് ചില നടന്ന സംഭവങ്ങളുണ്ട്. കാരണം അതിനു മുമ്പ് സാമുവൽ ജെറോം എന്ന് പറയുന്ന ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അഭിഭാഷകനെ മറ്റാണെന്നു അല്ലേ, സാമുവൽ ജെറോം പറയുന്നു, ഞങ്ങൾ അൽ വാസബ് റീജൻ, യമനിലെ അൽ വാസബ് റീജിയനിൻ്റെ ഭരണത്തലവനായ അബ്ദുൽ മാലിക് അലൈനെസഹായ് ആയിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടു. നിമിഷപ്രിയയുടെ അമ്മയും കണ്ടു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് യമൻ്റെ പ്രസിഡന്റുമായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞത്.
യമൻ പ്രസിഡന്റിനെ ഇദ്ദേഹം അബ്ദുൽ മാലിക് ബന്ധം. കാണും, നേരിട്ട് കാണും, നേരിട്ട് കണ്ട് ഈ വധശിക്ഷ, കാരണം ഈ കുടുംബവുമായി സംസാരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്, അതുകൊണ്ട് നേരിട്ട് കണ്ട് വധശിക്ഷ നീട്ടിവെക്കാനുള്ള അഭ്യർത്ഥന നടത്തും എന്ന് പറഞ്ഞു. നിമിഷപ്രിയയുടെ അമ്മ അപേക്ഷ കൊടുത്തു, ഇന്ത്യൻ എംബസിയും ബന്ധപ്പെട്ടു. അങ്ങനെയുള്ള ഔദ്യോഗികമായി ഉള്ള ഇടപെടൽ, ഇന്ത്യക്ക് അവിടെ ഈ മറ്റു രാജ്യങ്ങളിലെ പോലെയുള്ള ഇടപെടൽ നടത്താനുള്ള പൂർണ്ണ സമയം എംബസി യമനിലൊന്നുമില്ല. യമന് പുറത്താണ് യമനിലെ കാര്യങ്ങൾ നോക്കുന്ന എംബസി, അത് വസ്തുതയാണ്. എന്നാൽ പോലും ഡിപ്ലോമാറ്റിക് തലത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ചില നീക്കങ്ങളും നടന്നു. അതിന്റെ ഭാഗമായി ഈ അൽ വസഫ് റീജിയന്റെ ഭരണാധികാരിയെ കണ്ടു. ഭരണാധികാരി യമന്റെ പ്രസിഡന്റിനെ കാണാമെന്ന് പറയുന്നു. ഇത് ജൂലൈ 13-നാണ്. ജൂലൈ 13-ന് പ്രസിഡന്റും അബ്ദുൽ മാലിക് അൽ നസ്ഹായയും തമ്മിലുള്ള മീറ്റിംഗ് നടന്നു. മീറ്റിംഗ് നടന്നതിനെ തുടർന്ന് ജൂലൈ 13 ഞായറാഴ്ച അവിടുത്തെ പ്രോസിക്യൂട്ടറും സെൻട്രൽ കറക്ഷണൽ ഫെസിലിറ്റി ഡയറക്ടറും അറ്റോർണി ജനറലിന്റെ ഉത്തരവ് പ്രകാരം ഈ വധശിക്ഷ നീട്ടിവെക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ള മെസ്സേജ് തയ്യാറാക്കുന്നു. അത് 13 ഉത്തരവായി. അതായത് യമൻ പ്രസിഡന്റും വൽ അൽ വാസബ് റീജിയനിലെ മേഖലാ ഭരണാധികാരിയും തമ്മിൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടി നടത്തിയ സംഭാഷണത്തെ തുടർന്ന്, നിമിഷപ്രിയയുടെ അമ്മയുടെ അപേക്ഷയെ തുടർന്ന്, ഇന്ത്യ ഗവൺമെന്റിന്റെ ഇടപെടലുകളെ തുടർന്ന് ഈ മീറ്റിംഗ് നടക്കുകയും പബ്ലിക് പ്രോസിക്യൂട്ടറും പ്രോസിക്യൂട്ടർ സെൻട്രൽ കറക്ഷൻ ഫെസിലിറ്റി ഡയറക്ടറും ഒരു ഉത്തരവിറക്കുന്നു. അറ്റോർണി ജനറൽ പറഞ്ഞിട്ടുണ്ട് ഈ വധശിക്ഷ പോസ്റ്റ്പോൺ ചെയ്യണം. എപ്പോഴാണ്? 13 ആ പറഞ്ഞതിന്റെ ഉത്തരവ് 14 ഞായറാഴ്ച ഇറങ്ങുന്നു. അപ്പൊ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞ എന്താണ്? 15 സുഭാഷ് ചന്ദ്രൻ പറഞ്ഞിരിക്കുന്നു കാന്തപുരം ബന്ധപ്പെടും മുമ്പ് എന്ത് കഴിഞ്ഞു? ഉത്തരവ് വന്നു കഴിഞ്ഞു. അതായത് ഇത് നീട്ടി വെച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്ത് വന്നു കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. കാരണം സുഭാഷ് ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സുഭാഷ് ചന്ദ്രന് പറ്റിപ്പോയി. ഇനി പറയണം, സുഭാഷ് ചന്ദ്രന് തെറ്റുപറ്റിപ്പോയാണ്. പുള്ളി ഞാൻ നേരത്തെ ബന്ധപ്പെട്ടിരുന്നു, ഞാൻ ബന്ധപ്പെടുമെന്നാണ് പുള്ളി അറിഞ്ഞിരുന്നതെന്ന് പറയണം. അത് പറയേണ്ടി വരും. അല്ലെങ്കിൽ പുള്ളി പറയുന്നത് 15 10 മണിക്ക് തിങ്കളാഴ്ച കാന്തപുരം ബന്ധപ്പെടാൻ പോകുന്നു. ബന്ധപ്പെട്ടതിന് ഈ ബന്ധപ്പെടും എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ടു എന്നല്ല. അപ്പം 15 അത് പറയുമ്പോൾ, അല്ലെങ്കിൽ 15 ഉസ്താദിന്റെ വാർത്താ സമ്മേളനം വരുമ്പോൾ ഈ ഉത്തരവ് 13 തീരുമാനമാവുകയും 14 ഉത്തരവിറങ്ങുകയും ചെയ്തു. അതായത് ശേഷമാണ് ഈ വാർത്താ സമ്മേളനം നടക്കുന്നത്. 14 നോട്ടിഫിക്കേഷൻ വന്നു. ആ നോട്ടിഫിക്കേഷൻ ഇവിടെ കിട്ടുന്നത് 15 അപ്പൊ വേണമെങ്കിൽ പറയാം അത് യമനിൽ നിന്ന് കാര്യങ്ങൾ കിട്ടാൻ വൈകിയതാണെന്ന് പറയാം. എങ്കിലും പറയണ്ടേ? ഞാൻ ഇന്നലെ പറയണമായിരുന്നു. അത് 13 തീരുമാനമായിട്ടുണ്ട്, ഞാൻ നേരത്തെ തന്നെ ബന്ധപ്പെട്ടിരുന്നു, 14 തന്നെ ഉത്തരവിറങ്ങി എന്ന് പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ കാന്തപുരം അത് പറയാൻ വിട്ടുപോയതായിരിക്കാം. അത് സംശയത്തിന്റെ ആനുകൂല്യം കൊടുക്കാം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, തിങ്കളാഴ്ച 15 അല്ല ഈ വധശിക്ഷ നീട്ടിവെക്കാനുള്ള ഉത്തരവിറങ്ങി. 13 തന്നെ തീരുമാനമായി, 14 നോട്ടിഫിക്കേഷൻ വന്നു, 15 ഇവിടെ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് വസ്തുത. അപ്പൊ ഇതിനകത്ത് ഒരുപാട് ആളുകൾ ഇടപെട്ടിട്ടുണ്ട്. കാന്തപുരവും ഇടപെട്ടിട്ടുണ്ടാവും, സംസാരിച്ചിട്ടുണ്ടാവാം. ഇതൊക്കെ റിയാലിറ്റിയാണ്. പിന്നെ ഇതിങ്ങനെ പറഞ്ഞിട്ട് ഈ നമ്മുടെ ചിലർ പറഞ്ഞ ഇന്ത്യൻ സർക്കാർ പരാജയപ്പെട്ടിടത്ത് കാന്തപുരം ജയിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ പറയേണ്ടി വരും. ഇന്ത്യൻ സർക്കാരിന്റെ ശ്രമത്തിനൊപ്പം ഞാനും പങ്കെടുത്തു, അല്ലെങ്കിൽ ഞങ്ങളുടെ ഉസ്താദും പങ്കെടുത്തു. എല്ലാവരുടെയും കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായി നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചിരിക്കുന്നു പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ്. അതല്ലാതെ ഇന്ത്യ ഗവൺമെന്റ് പരാജയപ്പെട്ടിട്ട് ഞങ്ങളുടെ ഉസ്താദ് ജയിച്ചു എന്ന് പറയുമ്പോഴാണ് പ്രശ്നം. ഇനി മറ്റൊന്നുകൂടെ ആലോചിക്കണം. ഈ യമനിൽ ആരാ ഉള്ളത്? ഹൂത്തികൾ അല്ലേ? അതെ. ഹൂത്തികൾ ആരാ? ഹൂത്തികള് ഷെയ്ഡി ഷിയയാണ്. കാന്തപുരം ആരാ? സുന്നി നേതാവാണ്. വിഭാഗം രണ്ട് വിഭാഗങ്ങളുണ്ട്. കാന്തപുരം സുന്നികളുടെ നേതാവാണ്. അവിടെ ഷിയകളാണെന്നേ. ഷിയകളും സുന്നികളും തമ്മിലുള്ള ബന്ധം എന്താ? സൗദി അറേബ്യയും യമനിലെ ഹൂത്തികളും തമ്മിലുള്ള ബന്ധം എന്താ? ബദ്ധശത്രുക്കളാണല്ലേ? അങ്ങോട്ടും എത്ര തവണയാണ് അവിടെ ബോംബാക്രമണം നടത്തിയത്? അപ്പോൾ ഒരു സൗദി വഴിയൊക്കെ ബന്ധമൊക്കെ ഉള്ള ഒരാള്, ഒരു സുന്നി നേതാവ് വിളിച്ചു പറഞ്ഞ ഷിയ ഉടനെ അങ്ങ് ശരി സലാം എന്ന് പറഞ്ഞ് സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് അങ്ങ് ദഹിക്കത്തില്ല. അതെ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള വഴക്കുണ്ടാക്കുക എന്ന് പറയുന്നതാണ് വഴക്ക് അവസാനിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഉചിതമായ ഒരു മാർഗം. അതെ.
അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ആരാണ് എന്ന് പത്രം വായിച്ചിട്ട് പിള്ളേർ കാന്തപുരം ആണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന പ്രൊപ്പഗൻഡ പാടില്ല. കാന്തപുരം ബന്ധപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ചർച്ച ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതുകൊണ്ട് മാത്രമാണ് ഒരു കൂട്ടായ പ്രയത്നം, എല്ലാവരുടെയും എഫേർട്ടിനെ അംഗീകരിക്കണം, എല്ലാവരുടെയും എഫേർട്ട്. അപ്പോൾ കാന്തപുരം ചെയ്ത അദ്ദേഹത്തെ വലിയ ഹീറോ ആക്കി അവതരിപ്പിക്കുക. അദ്ദേഹം ഹീറോയാണ്, ഒരുപാട് പേരുടെ മനസ്സിലെ നായകനാണ്, വീരപുരുഷനാണ്, ആരാധ്യനാണ്, ഒരു തർക്കവുമില്ല. ആ വിശ്വസിക്കുന്നവർക്ക് അദ്ദേഹത്തോട് വിയോജിപ്പുള്ളവർക്ക് അദ്ദേഹത്തെ ബഹുമാനിക്കാം. പക്ഷേ അദ്ദേഹം പറയുന്നതല്ല അതേപടി വെള്ളം തൊടാതെ വിഴുങ്ങണമെന്ന് ശാഠ്യം പിടിക്കാനും പറ്റില്ല. ഏതായാലും കാന്തപുരം ബന്ധപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിൻ്റെ എഫോർട്ട് എടുത്തിട്ടുണ്ട്. ഇനി വേറൊരു കാര്യമുണ്ട്. ഈ ഹൂത്തികൾ എന്ന് പറഞ്ഞാൽ ആരാ? ഭീകര സംഘടനയാണ് അല്ലേ? IS പോലെ, ബക്കോ ഹറാം പോലെ, അൽ ഖയ്ദ പോലെ ഒരു ഭീകര സംഘടനയാണ്. നോട്ടിഫൈഡ് ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെ അംഗീകരിച്ചിരിക്കുന്ന ഭീകര സംഘടനയാണ്. അപ്പോൾ ഒരു ഭീകര സംഘടനയെടുത്ത് സ്വാധീനം ചെലുത്തി ഇന്ത്യയിലൊരു മത നേതാവ് ബന്ധപ്പെട്ടു എന്ന് പറയുന്നത്, അങ്ങനെ പറയുന്നത് ഒരു ക്രെഡിറ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഇതെങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഈ മറ്റേ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പോൾ ഈ ബാക്ക് ചാനൽ ഉപയോഗിച്ചുള്ള ഇടപെടൽ നടക്കാറുണ്ട്. ഒരുപക്ഷെ ഇന്ത്യ ഗവൺമെൻറ് പോലും ചിലപ്പോൾ കാന്തപുരത്തിൻ്റെ ഇടപെടൽ അറിഞ്ഞിട്ട് ചിലപ്പോൾ ഉസ്താദ് ശ്രമിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. തള്ളിക്കളയാൻ പറ്റില്ല. ഇതൊക്കെ പുറത്തു വരേണ്ടതാണ്. ഇത് ആരും പുറത്തു വരാൻ തയ്യാറാവില്ല. ഗവൺമെൻറ് തന്നെ ഒരുപക്ഷെ കാന്തപുരത്തിനോട് പറഞ്ഞിട്ടുണ്ടോ അങ്ങ് ബന്ധപ്പെടും, അങ്ങേക്ക് സ്വാധീനമുള്ളത് കൊണ്ട് ഒന്ന് ബന്ധപ്പെടുന്നു. ഒരുപക്ഷെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും അദ്ദേഹത്തോട് പറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾക്ക് പിന്തുണ കൊടുത്തിരിക്കാം. അദ്ദേഹം ഈ പറഞ്ഞ പോലെ സമാരാധ്യനാണ്, ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയാണ് സുന്നി വിഭാഗത്തിൻ്റെ. അതുകൊണ്ട് തന്നെ ലോകത്തെമ്പാടും അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷനുണ്ട്, ഒരു തർക്കവുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തെയും നമ്മുടെ രാജ്യത്തെ സർക്കാരിനെയും അവമതിക്കാനുള്ള ഒരു ആയുധമാക്കി അദ്ദേഹത്തിൻ്റെ ഇടപെടലിനെ മാറ്റിമറിക്കുമ്പോൾ രാജ്യത്തോട് കൂറുള്ള ആളുകൾക്ക് അങ്ങനെയൊന്നുമല്ല, ഇങ്ങനെയും ചില കാര്യങ്ങളുണ്ടെന്ന് പറയേണ്ടി വരും. അത് പറയുന്നതിൻ്റെ പേരിൽ, രാജ്യത്തിൻ്റെ നിലപാടിനൊപ്പം നിൽക്കുന്നതിൻ്റെ പേരിൽ നമ്മളെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നവുമില്ല. അപ്പോൾ കാന്തപുരം വീണ്ടും പറയുന്നു, ആദരണീയനായ നേതാവാണ്, മതനേതാവാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് ഉണ്ടാക്കുമാറ് ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പൊലിപ്പിച്ച് ഇന്ത്യ ഗവൺമെൻറ്റിന് എന്ത് പറ്റി, ഞങ്ങളുടെ ഉസ്താദിന് പറ്റിയതും വല്ലതും സാധിച്ചോ എന്നൊക്കെ ചോദിക്കുന്നത് മോശമാണ്. അപ്പോഴാണ് ഈ മറുപടി വരുന്നത്. എന്തിനാണ് 2 ദിവസം കൊണ്ട് കാന്തപുരത്തിനെതിരെ വലിയ സോഷ്യൽ മീഡിയ ആക്രമണം നടക്കുന്നുണ്ട്? അതിന് കാരണം പർവ്വതീകരിച്ച്, ഉള്ളതിൽ കൂടുതൽ ഒന്ന് പർവ്വതീകരിച്ച് പൊലിപ്പിച്ചെടുക്കാൻ ശ്രമിച്ച ഒരു ശ്രമം. ചക്ക വീണ് മുയൽ ചത്തിട്ടുണ്ടാവാം. എപ്പോഴും മുയൽ ചാവണമെന്ന്, എല്ലാ പ്രാവശ്യവും പ്ലാവെ കയറി ചക്കയിട്ടാൽ മുയൽ ചാവില്ല. ഇത് ഓർക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം. അപ്പോൾ ഞാനീ പറയുന്നത്, ഈ സാമുവൽ ജെറോം എന്ന് പറയുന്ന ആൾ ഇവരുടെ കൂടെ നിരന്തരം ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ കാന്തപുരത്തിന് ഇപ്പോൾ പണി പറ്റിച്ചു കൊടുത്താരെന്നറിയോ? അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ്. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പെട്ടുപോയി. അദ്ദേഹത്തിന് പോസ്റ്റ് തിരുത്താൻ പറ്റില്ല. ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്താലും മറ്റേ കോപ്പി അറിയാൻ പറ്റും. അപ്പൊ അത് അദ്ദേഹമാണ് സത്യത്തിൽ അദ്ദേഹം കാന്തപുരത്തിനെ ഒന്ന് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ബിംബമായി അവതരിപ്പിക്കാൻ വേണ്ടി ഒരു പോസ്റ്റ് ഇട്ടതാണ്. പക്ഷെ അറിയാതെ അദ്ദേഹം സത്യം പറഞ്ഞുപോയി. ഇന്നാണ് ഉസ്താദ് 15-ാം തീയതിയാണ് ഉസ്താദ് ബന്ധപ്പെടും എന്ന് പറഞ്ഞത്. പക്ഷേ ഉസ്താദ് ബന്ധപ്പെടുന്നതിന് 2 ദിവസം മുമ്പേ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. അദ്ദേഹം ഏതായാലും കാന്തപുരത്തിൻ്റെ, ഇനി വേറെ കാര്യമുണ്ട്, കാന്തപുരത്തിൻ്റെ സേവനങ്ങൾ തുടർന്നും നമ്മുടെ രാജ്യത്തിന് വേണ്ടി കിട്ടട്ടെ. അതോടൊപ്പം തന്നെ ഇനിയിപ്പം ഇപ്പോഴൊന്നും വലിയ അവകാശവാദം ഇപ്പോഴൊന്നും അല്ല പറയേണ്ടത്. ഇത് വധശിക്ഷ നീട്ടി വെച്ചിട്ടേ ഉള്ളൂ, വധശിക്ഷ ഒഴിവാക്കി കിട്ടിയിട്ടില്ല. ഇപ്പൊ കാന്തപുരത്തിന് ഉസ്താദിന് അവിടെയുള്ള ഗോത്രങ്ങളുമായിട്ടൊക്കെ ആയിട്ട് വലിയ ബന്ധമുണ്ട്, സൂഫി വര്യന്മാരുമായിട്ടൊക്കെ ബന്ധമുണ്ടെങ്കിൽ ഇനിയാണ് സത്യത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ യഥാർത്ഥ ഇടപെടൽ വേണ്ട. അവിടുത്തെ ഗോത്രങ്ങൾക്കിടയിൽ ഞാൻ മനസ്സിലാക്കിയത് ഈ തലാലിൻ്റെ കൊലപാതകം കൊന്നു എന്ന് മാത്രമല്ല, കണ്ടിച്ച് പല കഷ്ണങ്ങളൊക്കെ അങ്ങനെ കഷ്ണങ്ങളാക്കിയൊക്കെ വെച്ചത് അവിടെ വലിയ ചർച്ചയൊക്കെയാണ്. പ്രത്യേകിച്ചും ഒരു കാഫിറായ സ്ത്രീ, വിദേശി, ഒരു ഇസ്ലാമിനെ ഇസ്ലാം മത വിശ്വാസിയെ കൊന്നു എന്നൊക്കെ വലിയ ചർച്ചയായിരുന്നു അവിടുത്തെ ഗോത്രങ്ങൾക്കിടയിൽ. അതുകൊണ്ട് അവളെ ഒരു തരത്തിലും അവൾക്ക് മാപ്പ് കൊടുക്കരുത് എന്നുള്ള ചിന്ത ഗോത്രങ്ങളുടെയും കുടുംബത്തിൻ്റെയും ഭാഗത്തുണ്ടായതുകൊണ്ടാണ് ഇവർ ഈ ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറാവാതിരുന്നത്. അപ്പോൾ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, കാന്തപുരത്തിൻ്റെ ഇടപെടൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉറപ്പിക്കേണ്ടത് എപ്പോഴാണെന്നറിയോ? അവരെ കൊണ്ട് മനം മാറ്റി ഈ പണം സ്വീകരിക്കാൻ അവർ തയ്യാറാവണം.
ഗോത്രങ്ങൾ സംവദിക്കണം, കുടുംബം സംവദിക്കണം. എന്തായാലും തലാലിൻ്റെ കുടുംബത്തിൽ ഒരാൾ ഈ ചർച്ചയിൽ പങ്കെടുത്തു എന്ന് പറയുന്നു. അത് വലിയ മാറ്റമാണ്. ഏതായാലും ഇനി കാന്തപുരത്തിൻ്റെ യഥാർത്ഥ ഇടപെടൽ ഇനിയാണ് വേണ്ടത്. കാരണം വധശിക്ഷ ഒഴിവാക്കി, മാറ്റിവെച്ചിട്ടല്ല, ഒഴിവാക്കി നിമിഷപ്രിയ തിരിച്ചു വരണം. അതിന് അവിടുത്തെ ഗോത്രങ്ങളെയും തലാലിൻ്റെ കുടുംബത്തെയും പ്രേരിപ്പിക്കാൻ ഉസ്താദിൻ്റെ തുടർ ചർച്ചകൾക്ക് കഴിയട്ടെ എന്ന് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.